ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്മൃതി 96 SSLC ബാച്ചിന്റെ സൗഹൃദ കൂട്ടായ്മ നടന്നു. വിവിധ പരിപാടികളോടെയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1996 SSLC ബാച്ചിന്റെ സൗഹൃദ കൂട്ടായ്മ വിവിധ കലാപരിപാടികളോടെ നടന്നു. സ്മൃതി 96 എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രൂപ്പ് അംഗം പ്രശാന്ത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രൂപ്പ് അംഗങ്ങളായ അജിത ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഷാംജി സ്വാഗത പ്രസംഗം നടത്തി. രാജേഷ് ഖന്ന, സെൽവറാണി, സുചിത്ര എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഗ്രൂപ്പ് അഡ്മിൻ വിനോദ് നന്ദി പറഞ്ഞു. സ്മൃതി 96 ബാച്ചിന്റെ അക്ഷരത്തെറ്റ് എന്ന നാടകവും വേദിയിൽ അവതരിപ്പിച്ചു. സമാധാനത്തോടുകൂടി ഞാൻ എന്റെ വീട്ടിലൊന്നും ഉറങ്ങിയിട്ടില്ല. എന്റെ മകൻ അനുവദിച്ചിട്ടില്ല. മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ മക്കളവരെ കാണുന്നത് ആത്മസ്ഥാപനം പോലെ കൂടുതൽ ഗുണപ്പെടുത്താൻ വേഗം കിട്ടില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഏതൊരു അനാഥ മന്ദിരത്തിൽ കഴിയാവുന്ന കരുതി. പക്ഷേ എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്റെ സാഹചര്യ പോയത്തേക്ക് എന്നെയും കൊണ്ടുപോകണ്ടേ. ചില വേദനകൾ തേക്കാനും പോലെയാ, കത്തുകയുമില്ല, അടയുകയുമില്ല, അതിങ്ങനെ നീര് കുറഞ്ഞുകൊണ്ടേയില്ല. എന്തായാലും ഇത്രയും ദൂരം നടന്ന് ക്ഷീണിച്ചു വന്നതല്ലേ, ഇനി കുറച്ചു നേരം വിശ്രമിച്ചിട്ടാവാ യാത്ര. ഓ, പിള്ളേരായിരുന്നോ? ഞാൻ കരുതി ഏതോ കൊട്ടേഷൻ ടീം ആയിരിക്കും. എന്തിന് നെഞ്ചത്ത് വ്യക്തമുള്ളതാണ്. ഒന്നാമത് മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്തി പിടിച്ച് നിൽക്കുമ്പോഴാണ് കണ്ണു പിടിച്ചുകൊണ്ട് ഓരോമാര് കയറി വരുന്നത്. ഒന്നുമില്ല, ഒരു പ്രായമായ മനുഷ്യനെ കിട്ടിയത് കേട്ടൂടെ? കണ്ടില്ല. എനിക്ക് അതേ പറയാനുള്ളൂ. ഒന്നല്ല, ഒരുപാട് എന്താ അതിനല്ല, വീട്ടിൽ അച്ഛനെ കാണുന്നില്ല, സുഖമില്ലാത്തതാ. എന്തൊരു ഉത്തരവാദിത്വം മക്കളായിരിക്കും. എന്തിനാ വീട്ടിൽ വിളിച്ചോണ്ട് പോയിട്ട് ചോദ്യം നടത്താനായിരിക്കും. അതൊരു മനുഷ്യനെ അതാണ് നിങ്ങൾ അച്ഛനൊന്ന് നോക്കും. അച്ഛ എന്ത് പണിയാ വിളിച്ചേ? ആരോടും പറയാതെ രാവിലെ വീട്ടോട്ട് ഇറങ്ങിയതാ. പോയേക്കാം, എന്ന് കഴിക്കണതല്ലേ. എന്തൊരു സ്നേഹം. എന്നിട്ട് എന്തിനാ കരുതി കൊല്ലാൻ? ഇനി ആ വീട്ടിലേക്ക് ഞാനില്ല. എവിടെയും പറയാം, കണ്ടോട്ടാ. എടോ, ഇത് നിങ്ങൾ അച്ഛൻ തന്നെയാണോ? എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ കരുതി ഏതോ കാശ് കൊടുത്ത് വാങ്ങിച്ചേ. കാശ് കൊടുത്ത് വാങ്ങിക്കാണെങ്കിൽ ചേരം നല്ലതുപോലെ വാങ്ങിക്കില്ലേ? അത് ശരിയാ, കാശ് കൊടുത്ത് വേണമെങ്കിൽ തലക്ക് പിടിക്കത്തുള്ളൂ. വിവിധ കലാപരിപാടികളും നടത്തി. CD നെറ്റ് ന്യൂസ്, കായംകുളം.